വാഴ 2 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അങ്ങനെ തീയിട്ട് കഴിഞ്ഞു. ഇനി OTTയിൽ തീയിടാൻ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ദിലീപ് തമിഴ് സിനിമയിൽ വില്ലനാവാൻ പോവുകയാണ്. ഒരു കൺഫേം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ വെറും ഇനി 11 ദിവസങ്ങൾ കൂടെ മാത്രമുള്ളൂ. ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സിനിമയുടെ കളക്ഷനും വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കൂടിയിട്ടുള്ള സാധനങ്ങളുടെ അപ്ഡേറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്കു റിലീസ് ഏപ്രിൽ 24-ാം തീയതിയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 20-ാം തീയതി സിനിമയുടെ ട്രെയിലർ പുറത്തുവിടുന്നുണ്ട്. തെലുങ്കു ട്രെയിലർ പുറത്തു വരുന്നതായിരിക്കും. ട്രെയിലർ പുറത്തുവിടുന്നത് തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടുള്ള നാനിയാണ് പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 4:05-നായിരിക്കും ട്രെയിലർ വരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ട്രെയിലർ ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ തെലുങ്കു ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ തെലുങ്കു ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ കാത്തിരിക്കൂ. ഈ അപ്ഡേറ്റ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. വാഴ 2 എന്ന് പറയുന്ന സിനിമ OTT വരാൻ പോവുകയാണ്. വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ഹോട്ട്സ്റ്റാർ ആണ്, ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് 15-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ വാഴ 2 എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമയുടെ OTTയിലെ റെസ്പോൺസും നല്ല രീതിയിൽ തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും കാത്തിരിക്കൂ. പറയാൻ പോകുന്ന ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ ദിലീപ് അങ്ങനെ തമിഴ് സിനിമയിൽ ദിലീപിന്റെ 2ാമത്തെ തമിഴ് സിനിമ ആയിരിക്കും ഇത് സംഭവിക്കുകയാണെങ്കിൽ. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയിൽ ദിലീപ് ആയിരിക്കും വില്ലനെന്ന് എല്ലാവരും മുമ്പത്തെ ഒരു റൂമറുകൾ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ അത് ഒരു ശരിവെക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ദിലീപ് ഇനി ജൂൺ മാസം ഒക്കെ ആയിരിക്കും ശിവകാർത്തികേയന്റെ പടത്തിൽ ഷൂട്ടിംഗ് തുടങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ദിലീപിന്റെ 153-ാമത്തെ സിനിമയായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സിനിമയുടെ ഷൂട്ടിങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ദിലീപിന് മലയാള സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ വരികയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ അല്ലെങ്കിൽ കൂടെ ഒരു റൂമറുകളാണ്. നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ വിശ്വസിക്കാം. മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് തിയേറ്ററിലല്ലോ ഇറക്കിയത്, ഡയറക്റ്റ് OTTയിലാണ് ഇറക്കിയത്. അപ്പോൾ എന്തായാലും സിനിമ ഒന്ന് റിലീസ് ചെയ്യാം എന്ന് വെച്ചത് കൊണ്ട് തന്നെ റിലീസ് ചെയ്തു. സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ 5 ലക്ഷം 6 ലക്ഷം റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വലിയ സിനിമകൾ ഉണ്ടായിട്ടും ഈ 5 ലക്ഷം 6 ലക്ഷം റേഞ്ചിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് കളക്ഷൻ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ ഒന്നിക്കുന്ന വലിയൊരു സിനിമയാണല്ലോ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. പാട്രിയറ്റ് ഇറങ്ങാൻ വെറും ഇനി 11 ദിവസം കഴിഞ്ഞാൽ സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. വളരെ വലിയ സിനിമയായിട്ട് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ സിനിമയ്ക്ക് വമ്പൻ പോസിറ്റീവ് തന്നെ കിട്ടട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നല്ലൊരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ സിനിമകൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.